ഗുഡ് മോർണിംഗ്. ഹായ്, എൻ്റെ പേര് ശ്രുതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. കുറേ നാളായിട്ടൊരു ചാനൽ തുടങ്ങുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്താണെന്നറിയില്ല, അത് നടന്നില്ല. ലാസ്റ്റ് ഞാൻ നോക്കി ഇന്ന് അങ്ങനെ തുടങ്ങാം എന്നൊരു എന്താ പറയുക, ഒരു തടസ്സം തന്നെയായിരുന്നു. സോ ഇന്ന് തുടങ്ങാമെന്ന് ഞാൻ കരുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട് വരുന്നത് ട്രിവാൻഡ്രമാണ്. നമ്മുടെ വീട് കണ്ടോ, ആ വീട് കയറി തന്നെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് മ്യൂസിയവും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കനകക്കുന്നും കാണാൻ കഴിയും. അത്രയും നല്ലൊരു എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒരു നല്ല തുടക്കമാകാൻ വേണ്ടി ഞങ്ങൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലോട്ട് പോയി. എന്തൊക്കെയോ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അമ്പലത്തിലെത്തിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, മറന്നുപോയി. അവിടുന്ന് നേരെ പോയി ഒരു തേങ്ങ വാങ്ങിച്ചു. സാധാ പരിപാടിയാണ്, ഇവിടെ വന്നാൽ ചെയ്യുക. നമ്മൾ തൊഴുതിറങ്ങി അകത്ത് ഫോണൊന്നും നമ്മൾ കൊണ്ടുപോകാറില്ല. ഇതിപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ വഴിയിലോട്ട് പോവാം. കാരണം നമ്മൾ സാധാരണ അമ്പലത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാനായാലും എന്നായാലും ആദ്യം പോകുന്നത് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. പക്ഷെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു പ്രശ്നമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും രാവിലെ തന്നെ ജോലിക്ക് പോകണം. ഏട്ടന് 8 മണിക്ക് പോകണം, എനിക്കൊരു 9:30-10 മണി ആ സമയത്തും പോകണം. അപ്പം നമ്മൾ എന്താ പറ്റി, ഇവിടെ ദർശനം എപ്പോഴാണ് ഒന്നും അറിയാൻ വയ്യ. നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോയാൽ ലേറ്റായി പോവും. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ അതുകൊണ്ട് നമ്മൾ കയറിയില്ല. ആ വഴി ഒന്ന് പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോയത് കൊണ്ടും നല്ല വിശപ്പുള്ളത് കൊണ്ടും അങ്ങനെയല്ല. സാധാരണ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുക, ഒരു മസാല ദോശ, ഒരു നെയ് റോസ്റ്റ്, ഒരു കോഫി, അതാണ് നമ്മൾ ഒരു അമ്പല ദർശനം ഒന്ന് എന്താ പറയുക ഫില്ലാവും, ഒരു സെറ്റാവും. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഈ കാവടി തള്ളി പോവുകയാണ് ഞങ്ങൾ. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ മസാല ദോശയും ഇല്ല, നെയ് റോസ്റ്റും ഇല്ല, ഇഡ്ഡലിയും പൂരിയും മാത്രമേ ഉള്ളൂ. കാരണം എനിക്കൊന്ന് ഗ്യാസിൻ്റെ ഇഷ്യൂ ആയിരിക്കും. പിന്നെ ഒക്കെ ഇനി ഇറങ്ങി അടുത്ത കടയിൽ കയറാൻ വയ്യ, സമയമില്ലാത്തത് കൊണ്ട് അവിടുന്ന് നമ്മൾ 2 പൂരി സെറ്റ് വാങ്ങിച്ചു. പൂരി ഓക്കെയാണ്, പക്ഷെ എന്താ അധികം വിശപ്പില്ല. നമുക്ക് ഇപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചിട്ടാണ് എന്താ അറിയില്ല, വിശപ്പില്ലായിരുന്നു. 2 എണ്ണം എങ്ങനെയോ കഴിച്ചു. അത് കഴിഞ്ഞ് ബാക്കി ഒരെണ്ണം പിന്നെ അടിച്ചേൽപ്പിച്ചു. എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇത് ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ജോയിനിങ് ഡേ ആണ്. പിന്നെന്താ പറയുക, ഈ ഒരു പുതിയ തുടക്കത്തിലോട്ട് ഇത്രയും നാളായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നൊരു കാര്യം ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാം പക്ഷേ യൂട്യൂബിൽ വീഡിയോയുടെ ഒരു പേടിയായിരുന്നു, ടെൻഷനായിരുന്നു, എല്ലാം ആയിരുന്നു. അതെല്ലാം ഇന്ന് മാറ്റിക്കൊണ്ട് പുറത്തുള്ള ഷെല്ലിൽ നിന്ന് പുറത്ത് വരുന്ന കണക്കാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ എക്സൈറ്റഡും ഒക്കെ ആയിരുന്നു. ഒട്ടും സമയം സ്പെൻഡ് ചെയ്യാൻ എവിടെയും ഇല്ലാത്തത് കൊണ്ട് നേരെ വീട്ടിൽ പോയി. ഇതാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ, ഇതാണ് വീട്. ഞാനും രണ്ടും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ രണ്ടുപേരും വളരെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് രണ്ടുപേർക്കും രാവിലെ പോകണം എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ കയറി. പിന്നെ എനിക്ക് സമയമുണ്ട്, ഞാൻ റെസ്റ്റ് എടുത്ത് അവിടെ ഇരുന്നു. പക്ഷേ ഏട്ടന് സമയമെന്ന് പറയുന്ന സാധനമില്ല. കാരണം ഏട്ടന് 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അങ്ങനെ ഏട്ടൻ പോവുകയാണ്. സമയമില്ലാത്ത സമയമായതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേസ്റ്റ് കളയാൻ പോയി. നല്ല ഹസ്ബൻഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.